ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫല്ല, എന്നൊരു സ്ലൈസ് ഓഫ് ഡേ ആണ്. തമ്പനിയിൽ കണ്ടതുപോലെ ഇന്നത്തെ ദിവസം ഞാൻ ചെയ്ത ചെറിയൊരു പോർഷനാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ അതൊരു ബേക്കിംഗ് റിലേറ്റഡ് വീഡിയോ തന്നെ ആവാമെന്ന് വിചാരിച്ചു. അപ്പം ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു കേക്ക് ബോൾസ് ഉണ്ടാക്കാമെന്ന്. ഇന്നലെ ഉണ്ടാക്കിയ കേക്കിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഒരു ചോക്ലേറ്റ് കേക്ക് ബോൾസ് ഉണ്ടാക്കാൻ വിചാരിച്ചു. ബോൾസ് ഉണ്ടാക്കാൻ നമ്മൾ ഒന്നും വേണ്ട, കേക്കിൻ്റെ ക്രംസ് ഇങ്ങനെ ഇതുപോലെ ആക്കുക. എന്നിട്ട് അതിലേക്ക് മിൽക്ക് മെയ്ഡോ എന്താണെന്ന് വെച്ചാൽ ചേർക്കുന്നത്. നമുക്ക് ചീസ് ക്രീം ചേർക്കാം, ബട്ടർ ക്രീം ചേർക്കാം, എന്ത് വേണമെങ്കിലും ഇതിൽ ചേർത്തിട്ട് ചോക്ലേറ്റ് ഗനാഷെ ചേർക്കാം. ഇതൊക്കെ ചേർത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. പക്ഷെ എനിക്കിഷ്ടം കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടാണ് ഇതുപോലെ കുഴച്ചെടുത്തത്. ഇതുപോലെ ഒരു ബോൾസ് ആക്കാൻ പറ്റുന്ന പരുവത്തിലാവണം നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. കൃത്യമായിട്ട് മെഷർമെൻ്റൊന്നും എനിക്കിതിൽ പറയാനില്ല, കാരണം ഞാനിതിലൊരു ഏകദേശം ഒരു കണക്കനുസരിച്ചിട്ട് ഇങ്ങനെ ഒരു ഇതിലെടുത്തതാണ്. അപ്പം ഇതിലൊരു 1 ടേബിൾ സ്പൂൺ മെഷർമെൻ്റ് എന്നുള്ള രീതിയിൽ എടുത്തിട്ടാണ് ഞാൻ ഇങ്ങനെ ബോൾസ് ആക്കിയത്. അപ്പം എനിക്കൊരു 6 ബോൾസ് ഇതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് നേരെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം നമ്മൾ അത് ചോക്ലേറ്റിൽ കോട്ട് ചെയ്തെടുക്കാൻ. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്രാക്ക് വരും. അതുകൊണ്ടാണ് ഇത് ഫ്രിഡ്ജിൽ വെക്കണം എന്ന് പറയുന്നത്. അപ്പം അതിന് ശേഷം ഞാൻ ചോക്ലേറ്റ് കോമ്പൗണ്ട് എടുത്ത്, ഇത് വാൻ ഹുഡൻ്റെ ബ്രാൻഡാണ്. അപ്പോൾ ഇതിൽ മിൽക്ക് കോമ്പൗണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിങ്ങനെ ചെറുതായി പീസാക്കിയിട്ട് നമ്മളത് മെൽറ്റ് ചെയ്തെടുക്കും. ഡബിൾ ബോയിലർ മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് എടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് മെൽട്ടായി കിട്ടും. അപ്പോൾ ഇത് മെൽറ്റ് ചെയ്യാൻ വെച്ചു. മെൽറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ബോൾസ് ഓരോന്നായിട്ട് ഇതിലേക്ക് ഡിപ്പ് ചെയ്തെടുക്കണം. ഇങ്ങനെ ഇതുപോലെ ആക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ബട്ടർ പേപ്പറിലാണ് ഞാനിങ്ങനെ ഓരോന്നായിട്ട് വെച്ചത്. അങ്ങനെ ഓരോരോ ബോൾസും ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ട് ബട്ടർ പേപ്പറിൽ വെക്കുക. നമുക്ക് ചോക്ലേറ്റ് വേണമെങ്കിൽ ഏത് ചോക്ലേറ്റ് യൂസ് ചെയ്യാം, ഡാർക്ക് കോമ്പൗണ്ട് അങ്ങനെ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ മിൽക്കാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. അതിന് ശേഷം ഞാനത് വീണ്ടും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് അതിന് ശേഷം അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം വൈറ്റ് കോമ്പൗണ്ട് എടുത്തിട്ട് ഇതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു ഡെക്കറേഷൻ എന്നുള്ള രീതിയിൽ കുറച്ച് നട്ട്സും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പം ബോൾസൊക്കെ ഇവിടെ റെഡിയായി. അപ്പോൾ ഇതൊരു ചെറിയൊരു കപ്പ് കേക്ക് ലൈനർ പോലത്തെ ഒരു കുഞ്ഞു ലൈനറിൽ ഞാനിത് കുറച്ചൊന്ന് മൊഞ്ചു ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇതെൻ്റെ മക്കൾക്ക് കൊണ്ടുകൊടുത്ത്, അപ്പോൾ അവരത് ആസ്വദിച്ച് കഴിക്കുന്ന ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പം ഇതൊരു ഈസി റെസിപ്പിയാണ്. ഇതുവരെ ഇതിനെപ്പറ്റി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.